ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് സം ബേസിക് കൺസെപ്റ്റ്സ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ രണ്ട് ടോപ്പിക് കണ്ടു, അതായത് മാറ്ററും കണ്ടു, അതുപോലെ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസ് ആണ്. അടുത്ത് നോക്കാൻ പോകുന്നത് അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസ്. സോ ബേസിക്കലി എന്താണ് ഫസ്റ്റ് അറ്റോമിക് മാസ്, അതുപോലെ എന്താണ് മോളിക്കുലർ മാസ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അറ്റോമിക് ആൻഡ് molecular mass. ഓക്കെ, സോ ബേസിക്കലി എന്താണ് അറ്റോമിക് മാസ്? സോ നമ്മൾ പറഞ്ഞു, അതായത് മാറ്റർ എന്താണ്, ആറ്റം വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മാറ്ററിനകത്ത് ആറ്റം ഉണ്ട്. സോ ഓരോ ആറ്റത്തിനും അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടൊരു വെയിറ്റ് ഉണ്ടെന്ന് അറിയാം അല്ലേ. മാറ്ററിന് ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്ത ആരാണ്? ആറ്റംസ് ആണ്. പിന്നെ നമ്മൾ ഇൻഡെപ്ത് പോവുകയാണെങ്കിൽ ആറ്റംസ് ആയിരിക്കില്ല, അതിലും സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഒരു വെയിറ്റ് കോൺട്രിബ്യൂട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ആറ്റം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആറ്റത്തിന് ആ ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ ഇപ്പം ഹൈഡ്രജൻ എലമെന്റും ഹൈഡ്രജൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജന്റെ അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ 1 ആണ്. സോ ആക്യുറേറ്റ്ലി 1 അല്ല, 1.00 ആ ഒരു ഇതിലാണ് വരുന്നത്. കുറച്ച് ഒരു ഡെസിമൽ പോയിന്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നമ്പേഴ്സ് വരുന്നു. സോ നമുക്കിവിടെ എളുപ്പത്തിന് വേണ്ടി 1 നമുക്ക് എടുക്കാം. പക്ഷേ ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് വരുമ്പോഴത്തേക്ക് എത്രയാണ്? 2 ആണ് വരുന്നത്. കാരണം ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ H2 ആണ്. അതായത് ഒരു എച്ചും ഒരു എച്ചും കൂടെ കമ്പൈൻ ചെയ്തത് 1+1 ആണ് എന്ത് 2 എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് എലമെന്റ് എടുത്താലും നോക്കാം, അല്ലെങ്കിൽ ഏതൊരു മോളിക്യൂൾ എടുക്കും. ഇപ്പം ഓക്സിജൻ നോക്കുവാണെങ്കിൽ 8 ആണ്. പക്ഷെ ഓക്സിജന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? O2 എന്ന് പറയുമ്പോൾ 8+8 16 ആണ് ഓക്സിജന്റെ മോളിക്കുലർ മാസ് വരുന്നത്. സോ ഏതൊരു എലമെന്റ് എടുത്താലും ഈ ഒരു പർട്ടിക്കുലർ ഇത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലർ മാസ്. ഇനി നമ്മൾ അറ്റോമിക് മാസ് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് ഒക്കെ നമുക്ക് പറയാറുണ്ടല്ലോ. സോ അതാണ് AMU എന്ന് പറയും. AMU. സോ AMU സ്റ്റാൻഡ്സ് ഫോർ, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഇപ്പൊ ഇതിനെ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയാറുണ്ട്, യൂണിഫൈഡ് മാസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ബേസിക്കലി AMU നമുക്ക് പറയാം. സോ AMU എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാർബൺ 12 ആറ്റം അല്ലേ. സോ കാർബൺ 12ന്റെ ആറ്റം ആ ഒരു മാസിന്റെ 1/12 മാസ് ആണ് നമുക്ക് പറയാൻ പറ്റും. മാസ് ഓഫ് കാർബൺ 12 ആറ്റം. സോ ഇതിന്റെ 1/12 മാസ് ആണ് എന്ത് ഒരു AMU എന്ന് പറയുമ്പോഴത്തേക്കും 1 AMU വെച്ചിട്ടുള്ള 1/12 മാസ് ഓഫ് 1 കാർബൺ ആറ്റം. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാനാണ്. ഓക്കെ, പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവോഗാഡ്രോസ് കോൺസ്റ്റന്റ് ആണ്. സോ അവോഗാഡ്രോസ് കോൺസ്റ്റന്റ് എല്ലാവർക്കും അറിയാം എന്താണ്, അല്ലെ. ഒരു മോൾ എന്ന് പറയുമ്പോൾ എന്താണ് അവോഗാഡ്രോസ് കോൺസ്റ്റന്റ്, അതായത് 6.022 × 10⁻23. ഓക്കെ, ഒരു മോൾ H2 എന്ന് പറയുമ്പോൾ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇതുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ആ ഒരു പർട്ടിക്കുലർ ഇത് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ ആറ്റംസിനെയൊക്കെ നമ്മൾ യൂഷ്വലി മാസ് സ്പെക്ട്രോമീറ്റർ വെച്ച് അല്ലെങ്കിൽ സ്പെക്ട്രോമെട്രി വെച്ചാണ് നമ്മൾ അതിൻ്റെ മാസ് ഇതുപോലെ പലതും കണ്ടുപിടിക്കും, പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നത്. സോ അത് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കാർബണിൻ്റെ ആ ഒരു പർട്ടിക്കുലർ മാസ് അറ്റോമിക് മാസ് എന്ന് പറയുമ്പോഴത്തേക്കും 12 ആണ്. മീൻസ് മോളിക്കുലർ മാസ് 12 ആണ്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എന്താണ് ഈ മാസ് സ്പെക്ട്രോമെട്രി വെച്ച് നമ്മൾ കാർബണിന്റെ മാസ് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഏകദേശം 1.9 റേഞ്ചിലാണ് വരുന്നത്. സോ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 6.022 × 10⁻23 ആറ്റം പെർ മോൾ എന്ന് കിട്ടും. സോ അതെന്താണ് 1 മോളാണ്. ഓക്കെ, സോ അത് 1 മോളാണ്. സോ അത് വെച്ചാണ് നമ്മൾ പലതും പറയുന്നത്. ഓക്കെ, ഇത്രയാണ് അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസിനെ പറ്റി പറയാനുള്ളത്. സോ കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. ഇപ്പോൾ ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. സോ ബേസിക്കലി ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6 ആണ്. മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെയും മാസ് വെച്ച് പറയാം. ഇപ്പോൾ കാർബണിന്റെ നോക്കുവാണെങ്കിൽ 6 എണ്ണം ഉണ്ട്. 6 × 12 പ്ലസ് ഹൈഡ്രജന്റെ നോക്കുവാണെങ്കിൽ 12 × 1 പ്ലസ്
6 into 16 ആണ് ഓക്സിജൻ്റെ വരുന്നത്. സോ ഇത് നോക്കുകയാണെങ്കിൽ 72 പ്ലസ് 12 പ്ലസ് 16 are 96. ഓക്കെ, ഇത് തമ്മിൽ നോക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം 180 വരും. 180 AMU അല്ലെങ്കിൽ 180 ഗ്രാംസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. പല യൂണിറ്റ്സ് മാറുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഒക്കെ വരുന്നതനുസരിച്ച് യൂണിറ്റ് മാറ്റാൻ പറ്റും. പക്ഷെ ഇവിടെ 180 ഗ്രാംസ്, അത് ഓരോന്നിൻ്റെ ഇത് വെച്ച് കിട്ടും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ വാട്ടർ കൺസിഡർ ചെയ്യാം, H2O. H2 എന്താണ്? 2 into 1 പ്ലസ് ഓക്സിജൻ ഒന്നേ ഉള്ളൂ. സോ 16 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 18 യൂണിറ്റ് അല്ലെങ്കിൽ 18 ഗ്രാംസ് എന്നൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അത്രയാണ് മോളിക്കുലർ മാസിനെ അല്ലെങ്കിൽ ആറ്റോമിക് മാസിനെ പറ്റി പറയാനുള്ളത്. അടുത്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ബേസിക്കായിട്ട് H2O വാട്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഹൈഡ്രജൻ ആയാലും ഓക്സിജൻ ആയാലും പെർട്ടിക്കുലർ കോമ്പോസിഷൻ ഉണ്ട്. ഇപ്പം ഹൈഡ്രജൻ നോക്കുവാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും കോമ്പോസിഷൻ വരുന്നത്? സോ കോമ്പോസിഷൻ അല്ല, പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് എലമെൻ്റ് ആണോ അതിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100, അത്രയും പെർസെൻറ്റേജ് കിട്ടും. സോ ഇവിടെ ഹൈഡ്രജൻ്റെ കാണുന്നുണ്ട്. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ, സോ ഹൈഡ്രജൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് അതിൻ്റെ മാസ് പറയുമ്പോൾ 2 ആണ്. 2 ബൈ ടോട്ടൽ വാട്ടറിൻ്റെ 18 ആണ് ഇൻറ്റു 100 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? സോ ഇതാണ് അതിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. സോ 200/8 1/9 100/9. സോ 100/9 ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 11.1 എന്ന് വരും. ഓക്കെ, 11.1% ആണ് എന്ത് H2 മീൻസ് വാട്ടറിനകത്ത് ഹൈഡ്രജൻ്റെ കണ്ടന്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓക്സിജൻ്റെ എന്താണ്? ഒന്നുകിൽ നമുക്ക് 100 മൈനസ് വെച്ച് ചെയ്യാം. 100 മൈനസ് 11.1 ചെയ്യുവാണെങ്കിൽ ഏകദേശം 88.9 ആ ഒരു റേഞ്ചിൽ ഓക്സിജൻ്റെ കോമ്പോസിഷൻ വരും. ഓക്കെ, അത്രയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം ഇത് പക്ഷേ എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. കാരണം ചില കേസിൽ 2 എലമെൻ്റ് ആയിരിക്കത്തില്ല, അതിൽ കൂടുതൽ എലമെൻറ്റ്സ് ആണ്. ഇപ്പം സപ്പോസ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ ചെയ്ത് ഗ്ലൂക്കോസ് എടുക്കാം. ഗ്ലൂക്കോസ് എടുക്കുമ്പോഴത്തേക്കും C6H5 C6H12O6 ആണ് ഗ്ലൂക്കോസിന്റെ ഇതെന്ന് പറയുന്നത്. സോ നമ്മളവിടെ അറ്റോമിക് മാസ് മോളിക്കുലർ മാസ് കണ്ടായിരുന്നു 180 എന്ന് വരും. ഓക്കെ, സോ 180 വെച്ച് നമുക്ക് ഫസ്റ്റ് കാർബണിന്റെ കോമ്പോസിഷൻ കാണാം. ഇവിടെ കാർബൺ നോക്കുകയാണെങ്കിൽ 6 ആണ്. സോ 72/180 into 100. ഓക്കെ, ഇത്രയും കോമ്പോസിഷനാണ് കാർബണിൻ്റെ ഉള്ളത്. അതായത് 40% കാർബൺ ആണ്. സെക്കൻഡ് ഹൈഡ്രജൻ നോക്കുവാണെങ്കിൽ 12/180 into 100. 60/9 വരും. 60/9 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് 6.6% കിട്ടും. അപ്പം ഇതിൻ്റെ റിമൈനിങ് ആയിരിക്കും എന്താ ഓക്സിജൻ്റെ പെർസെൻറ്റേജ്. അത് ഏകദേശം നമുക്ക് നോക്കാം, കണ്ടുപിടിക്കാം, ഇതിന് വെച്ച് തന്നെ കണ്ടുപിടിക്കാം. ഓക്സിജൻ നോക്കുവാണെങ്കിൽ 16 96/180 100. (480/9) 5.
ഓക്കെ, ഏകദേശം അത്രയും പെർസെൻറ്റേജ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം നമുക്ക് എന്ത് കിട്ടുന്നു, 100 വാല്യൂ കിട്ടുന്നു. സോ ഇത് കറക്റ്റ് വാല്യൂസ് കിട്ടുമ്പോഴേ നമുക്ക് അത് വരുന്നത്. ഇവിടെ കുറച്ച് ഫ്രാക്ഷനൊക്കെ ഡിഫറൻസ് വരുന്നതുകൊണ്ട് 100 ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്, പക്ഷേ 100 ആണ് ശരിക്കും വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷനെ പറ്റി പറയാനുള്ളത്. അതിപ്പം നമ്മൾ അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസും കഴിഞ്ഞ് പെർസെൻറ്റേജ് കോമ്പോസിഷനും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.